ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിൻസീസ് അക്കാഡമി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? ഇവിടെ പല ക്രമങ്ങളും കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ കറക്റ്റ് ആൻസർ മാത്രം നോക്കുന്നു. അടിമ, ഗിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. അതാണ് കറക്റ്റ് ഓർഡർ. അടിമ, ഗിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. അപ്പം നമുക്ക് ഓരോ വംശത്തിൻ്റെയും കാലഘട്ടം പഠിക്കാൻ പറ്റുന്ന ഏതാണ്? അടിമ വംശത്തിൻ്റെ കാലഘട്ടം 1206 മുതൽ 1290 വരെ. ഗിൽജി വംശം 1290 മുതൽ 1320 വരെ. തുഗ്ലക് വംശം 1320 മുതൽ 1414 വരെ. സയ്യിദ് വംശം 1414 മുതൽ 1451 വരെ. ലോധി വംശം 1451 മുതൽ 1526 വരെ. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചത് ആരാണ്? തുഗ്ലക് വംശമാണ് ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചത്. ഏറ്റവും കുറവ് കാലം ഡൽഹി ഭരിച്ചത് ഗിൽജി വംശമാണ്. 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ. അപ്പോൾ ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്ന വർഷം 1526 ഓർക്കുക. 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. വില നിയന്ത്രണവും കമ്പോള പരിഷ്കരണവും ഏർപ്പെടുത്തിയതാരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം സൽത്താനത്ത് ഭരണകാലത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും നമുക്ക് നോക്കാം. വസീർ ധനകാര്യം, മമാലിക് സൈനിക കാര്യം, മുഖ്യ സദസ്സർ നീതിന്യായം, ദിവാൻ ഇ ഇൻഷാ രാജകീയ കത്തിടപാടുകൾ. ബുദ്ധിമാനായ വിഡ്ഢി എന്ന വിശേഷത്തിന് അർഹനായത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. കാർഷിക വികസനത്തിന് വേണ്ടി ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചതും ഹിന്ദുക്കളുടെ മേൽ ജസിയ എന്ന നികുതി ഏർപ്പെടുത്തിയതും ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച എല്ലാ സബ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. എന്താണ് ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ആദ്യം അടിമ വംശം, പിന്നെ ഗിൽജി, പിന്നെ തുഗ്ലക്, സയ്യിദ്, ലോധി. അങ്ങനെയാണ് ഓർഡർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓർഡർ ഒന്നും കൂടെ നോക്കാം. അടിമ വംശം 1206 മുതൽ 1290 വരെ. ഗിൽജി വംശം 1290 മുതൽ 1320 വരെ. തുഗ്ലക് വംശം 1320 മുതൽ 1414 വരെ. സയ്യിദ് വംശം 1414 മുതൽ 1451 വരെ. ലോധി വംശം 1451 മുതൽ 1526 വരെ. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചത് തുഗ്ലക് വംശം. ഏറ്റവും കുറവ് കാലം ഡൽഹി ഭരിച്ചത് ഗിൽജി വംശം. 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. വില നിയന്ത്രണവും കമ്പോള പരിഷ്കരണവും ഏർപ്പെടുത്തിയതാരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇനി നമുക്ക് സൽത്താനത്ത് ഭരണകാലത്തെ പ്രധാന ഉദ്യോഗസ്ഥരും ചുമതലകളും നോക്കാം. വസീർ ധനകാര്യം, മമാലിക് സൈനിക കാര്യം, മുഖ്യ സദസ്സർ നീതിന്യായം, ദിവാൻ ഇ ഇൻഷാ രാജകീയ കത്തിടപാടുകൾ. ബുദ്ധിമാനായ വിഡ്ഢി എന്ന വിശേഷണത്തിന് അർഹനായത് മുഹമ്മദ് ബിൻ തുഗ്ലക്. കാർഷിക വികസനത്തിന് വേണ്ടി ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചതും ഹിന്ദുക്കളുടെ മേൽ ജസിയ എന്ന നികുതി ഏർപ്പെടുത്തിയതും ഫിറോസ് ഷാ തുഗ്ലക്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവരും നന്നായി പഠിക്കാം.